അപ്പോൾ ഇതൊരു 40 ചെസ്റ്റ് ക്രോസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 1 മീറ്ററാണ്, വീതി 36 ഇഞ്ച്. ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ കാൽക്കുലേഷൻ ഒരു പുതിയ മെത്തേഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇത് 2ആയി മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കതിൻ്റെ ബാക്ക് ആദ്യം കട്ട് ചെയ്യാം. ഇവിടെ ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇതിൻ്റെ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് 15 അപ്പോൾ അതിൻ്റെ പാതി 7.5 ഇവിടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് കഴുത്ത് വരഞ്ഞിട്ട് ഇതെങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ കഴുത്തിൻ്റെ വീതി 3 ഇഞ്ചാണ്. ഇറക്കം 8.5 ഇഞ്ച്. ഇത് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ടാണ്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് വൈഡ് കൊടുക്കാം. അതായത് ഇവിടെ 3 ഇഞ്ച്, ഇവിടെ 3.5 ഇഞ്ച്. അതിനുശേഷം റൗണ്ട് നെക്ക് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ കഴുത്ത് 8 ഇഞ്ചാണ്, അതായത് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 8 ഇഞ്ചാണ് വരുന്നത്. ചെസ്റ്റിൻ്റെ 6-ലൊരു ഭാഗം ഒരു 7 ഇഞ്ച് വരെയൊക്കെ കഴുത്ത് വരുമ്പോൾ 6-ലൊരു ഭാഗം വെച്ചാൽ മതി. അതായത് 6-ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 6.6 ഇഞ്ച് വരും. അപ്പോൾ 7 ഇഞ്ച് വരെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ അളവ് വെച്ചാൽ മതി. അപ്പോൾ ഇത് 1 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു 1/4 ഇഞ്ച്, 1 ഇഞ്ച് കൂടുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഇവിടെ കുറയ്ക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ഷോൾഡർ വെച്ചാൽ മതി. അപ്പോൾ ഇത് തന്നെ താഴേക്കും വയ്ക്കുക. ഇങ്ങോട്ടും അത് തന്നെ വയ്ക്കാം. ആം ഹോൾ ഇറക്കം. ഇനി ചെസ്റ്റ് 40 ഇഞ്ചാണ്. നമ്മൾ ആകെ നിന്ന് 2 ഇഞ്ചാണ് ലൂസിന് എടുക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്ലൗസ് ക്രോസ് ആണ്. അതുപോലെ കഴുത്തിറക്കം ബാക്കിൽ അത്യാവശ്യമുണ്ട്. അപ്പോൾ കഴുത്തിറക്കം ഇതിലും കൂടുതൽ 9 ഇഞ്ചോ 10 ഇഞ്ചോ വരികയാണെങ്കിൽ നമുക്കിവിടെ ഒട്ടും ലൂസ് കൊടുക്കണ്ട. ആകെ ചെസ്റ്റിൻ്റെ 4-ലൊരു ഭാഗം കൊടുത്താൽ മതി. ഇത് ഞാൻ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇവിടെ 32 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം 8 ഇഞ്ച്, 1 ഇഞ്ച് ബാക്കിൽ ടെക്കിന്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ വരച്ചെടുക്കാം. ഇവിടെ ഒരല്പം താഴേക്ക് എടുക്കാം. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ടെക്ക് വരയ്ക്കുക. ടെക്കിൻ്റെ ഇറക്കം വന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ 4-ലൊന്ന് കൂടെ 1 ഇഞ്ച് ചേർത്താൽ മതി. 11 ഇഞ്ച് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ടെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് കട്ട് ചെയ്യുക. ഇത് നമുക്ക് ടെക്ക് കറക്റ്റ് പിടിക്കുമ്പോൾ ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. അത് മാത്രമല്ല ഇവിടെ ചുളിവില്ലാതെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ കയ്യിലേക്ക് വേണ്ട തുണി നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. കൈൻ്റെ ഇറക്കം 7 ഇഞ്ചാണ്. ഇവിടെ ഒരു 1.25 ഇഞ്ച് മടക്കി അടിക്കാൻ വേണം. 7, 8.25, 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. 8.25 ഇഞ്ച് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ക്രോസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഒരു ഐഡിയ ചെയ്യാം. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് സെൻറ്റർ ഒന്ന് നഖം കൊണ്ട് വരച്ചെടുക്കുക. ഇനി അതേപോലെ ഈ പീസും കറക്റ്റായിട്ട് സെൻറ്ററിലൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഈ അടിയിലത്തെ സെൻറ്ററും ഈ മടക്കിയ സെൻറ്ററും കൂടെ ഇതേപോലെ ഒപ്പം വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്രോസ് പെർഫെക്റ്റായിട്ട് കിട്ടും.
ഇവിടെ ഒരു അരഞ്ച് എക്സ്ട്രാ ഇടുക. ഇവിടെ നമുക്കൊരു ടക്ക് വരുന്നുണ്ട്, അതിനുള്ള തുണിയാണ് ഇവിടെ അരഞ്ച് എക്സ്ട്രാ ഇടുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്, തയ്യത്തുമ്പം കൂടെ ചേർത്തിട്ട്. ഇവിടെ ഇതേപോലെ റൗണ്ട് നെക്ക് വരയ്ക്കുക. ഇവിടെ നമ്മൾ 4 ഇഞ്ച് അധികം ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് പട്ടിക്ക്. അപ്പോൾ ഇനി നമുക്ക് അണ്ടർ ബസ്റ്റ് വരേക്കുള്ള അകലം മാർക്ക് ചെയ്യാം. അത് വന്നിട്ട് ചെസ്റ്റിൻ്റെ 1/3 ഭാഗം, 40ൻ്റെ 1/3 ഭാഗം 13.25 ഇഞ്ച് വരും. ഈ 13.25 ഇഞ്ച് കൂടെ ഏകദേശം 1 ഇഞ്ച് കൂട്ടിയിടാം. അത് 2 സൈഡിലേക്കുള്ള തയ്യത്തുമ്പ്. അതുപോലെ ബെസ്റ്റ് പോയിൻ്റ് 10 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അതായത് ചെസ്റ്റ് 40 ഇഞ്ച്, 40 ഇഞ്ചിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച്, അരഞ്ച് ഇവിടുത്തെ തയ്യത്തുമ്പ് 10. ഇങ്ങോട്ടും അതേപോലെ ചെസ്റ്റിൻ്റെ 10/1 ഭാഗം 4 ഇഞ്ച്, 1/4 ഇഞ്ച് ഇവിടെ ഫ്രണ്ട് പട്ടിക്ക്. അങ്ങനെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ടക്കിന്ന് ഒരല്പം മുകളിലേക്ക് ഈ ടക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഒരല്പം മാറിയിട്ട് ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്നുള്ള ടക്ക് വരച്ചെടുക്കാം. ഇങ്ങോട്ട് നമുക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വേസ്റ്റ് വേണ്ടത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 8 ഇഞ്ച്, ഇവിടേക്ക് ഒരു 1/4 ഇഞ്ച്, 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ അകലം ഇവിടെ കംപ്ലീറ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൽ 1.5 ഇഞ്ച് തയ്യത്തുമ്പുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ എത്ര അകലമുണ്ട് നോക്കുക. 3 ഇഞ്ച് വരുന്നുണ്ട്. ഈ 3 ഇഞ്ചാണ് ഈ ടെക്കിൻ്റെ വീതി. ഇത് വന്നിട്ട് 1.5 ഇഞ്ച് ഇങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ഈ ടെക്കിൻ്റെ അകലം നമ്മൾ കണക്കാക്കി എടുക്കുന്നത്. ഇനി ഇതേപോലെ 1 ഇഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ലൂസ് വരാതിരിക്കാനാണ്. ഇനി നമുക്കിതിൻ്റെ ക്രോസ് പട്ടി കട്ട് ചെയ്യാം. ഈ ലൈനിനൊപ്പം വയ്ക്കുക. ഇവിടെ ഒരു അല്പം എക്സ്ട്രാ വരുന്നുണ്ട് ബാക്കിൽ, ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി വന്നിട്ട് ഇവിടെ നമ്മൾ തയ്യത്തുമ്പ് എത്ര ഇടണമെന്ന് വെച്ചാൽ അത് മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം അളക്കുക. 3 ഇഞ്ച് വരുന്നുണ്ട്. വേസ്റ്റ് വരുന്നത് 32 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 8 ഇഞ്ച്, 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ നമുക്ക് ഈ കരപ്പീസ് ഒഴിവാക്കാം. പിന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് മടക്കിയിട്ട് മാർക്ക് ചെയ്തത് 3 ഇഞ്ചാണ്. ഇത് കൂടെ 2 സൈഡിലേക്കുള്ള തയ്യത്തുമ്പ് കണക്കാക്കണം. അപ്പോൾ ഏകദേശം ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമ്മൾ 8.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ നിങ്ങോട്ട് ക്രോസിലാണ് വരിക. ഇവിടെ നമ്മൾ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം ഈ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക. 3 ഇഞ്ച് വെച്ചാൽ മതി. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇടാം. ഈ രീതിയിൽ ഇത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. വരുന്നുണ്ടോ നോക്കാം. ഇത് തന്നെ വീതി മതിയാവും. ഇവിടെ ഒരു 1.25 ഇഞ്ച് സ്ലീവ് ഹെമ്മിങ്ങിന് മാർക്ക് ചെയ്യുക. ബാക്കി 7 ഇഞ്ചും തയ്യത്തുമ്പും വരുന്നുണ്ട്. ഇങ്ങോട്ട് നമുക്കൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോൾ വേണ്ടത് 8 ഇഞ്ച്. അതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക.
ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഈ സ്കെയിൽ ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ വരയ്ക്കുക. അപ്പോൾ ഇത് ബാക്ക് ആമോള്, ഇത് ഫ്രണ്ട് ആമോള്. ഇനി ഇവിടെ സ്ലീവ് മൗത്ത് 12.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.25 മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.